ഒരു ഹോളിഡേ സീസൺ കഴിഞ്ഞു, ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞു. ഇപ്പം എല്ലാവരും തിരിച്ച് സ്കൂളിലും വർക്കിലൊക്കെ പോകുന്നു. അപ്പം ക്രിസ്മസ് ടൈമൊക്കെ ഇഷ്ടംപോലെ ഗിഫ്റ്റ്സ് കിട്ടുന്ന ടൈമാണ്. ഇപ്പം പലപ്പോഴും ക്രിസ്മസിൻ്റെ ആ പേരിൽ തന്നെ ക്രൈസ്റ്റ് എന്നുള്ളത്, കർത്താവ് എന്നുള്ളത് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണെന്നുള്ള ആരും ഓർക്കാറ് പോലുമില്ല. അത് പള്ളിയിലാണെങ്കിലും കൊള്ളാം, പുറത്താണെങ്കിലും കൊള്ളാം, പലപ്പോഴും അത് ചിന്തയിൽ വരാറില്ല. കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഗിഫ്റ്റ്സ് കൊടുക്കുന്ന കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും മേടിക്കണമല്ലോ, ആ ഒരു ധൃതിയും പരക്കം പാച്ചിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ UK അങ്ങനൊരു ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഭ്രാന്ത് പോലെയാണ് ആ ടൈം. അപ്പം അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും സാന്റാക്ലോസ് എന്തൊക്കെ കൊണ്ടുവരും, ക്രിസ്മസിന് എന്തൊക്കെ കൊണ്ടുവരും, ഇങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് സ്കൂള് തുറക്കുമ്പോഴാണെങ്കിൽ പോലും ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, ഇച്ചിരി പൊങ്ങച്ചമൊക്കെ പറയുകയും അതൊക്കെ ഒന്ന് ഷോ ഓഫ് ചെയ്യും. ഇതെല്ലാം തന്നെ ഈ രീതിയിലാണ് പലപ്പോഴും ആ ഒരു സീസൺ ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് അത് പ്രൈസ്ലെസ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ് എന്നുള്ളത് തന്നെ ദൈവം രക്ഷകനെ അയച്ചു. കർത്താവിലൂടെ ലോകരക്ഷയ്ക്കായിട്ട് ഒരു സൈറ്റൻ്റെ കിങ്ഡത്തിൽ സൈറ്റൻ്റെ അടിമകളായിട്ട് ഇരുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകനെ അയച്ചു. ഏറ്റവും വലിയ ഗിഫ്റ്റ്, ആ രക്ഷയുടെ ദാനം, കൃപാദാനം, അതായിരുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഓർക്കേണ്ടത്, എന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ഈ ടൈമിലൊക്കെ പ്രത്യേകിച്ച് 1-ാം തീയതി അതിൻ്റെ തലേന്ന് നേരം വെളുപ്പിക്കുന്നതൊക്കെ പലപ്പോഴും സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സാക്ഷ്യം പറയുമ്പോഴാണെങ്കിലും ചിലർ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് എങ്ങനെ സൗഖ്യം കിട്ടിയെന്നുള്ളതൊക്കെയും പറയുകയും അത് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വലിയ ഗിഫ്റ്റാണ് ശരിക്കും രോഗികൾക്കായിട്ടുള്ളവർക്കും അവരെ ആശ്രയിക്കുന്നവർക്കും എല്ലാം തന്നെ അതൊരു വലിയ എൻകറേജ്മെൻറ്റാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനൊരു പ്രത്യാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഒരു വലിയ ഗിഫ്റ്റാണ്. പിന്നെ രക്ഷ പ്രാപിക്കാത്തവർ, ആ ഒരു രക്ഷിക്കപ്പെടാത്തവർക്ക് രക്ഷയുടെ സുവിശേഷം നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഗിഫ്റ്റ്സിനേക്കാളെല്ലാം ഏറ്റവും വലിയ എർത്ത്ലി ഗിഫ്റ്റ്സിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഗിഫ്റ്റ്സ് അത് ഇറ്റേണലി നിത്യതയിലേക്കുള്ള ഗിഫ്റ്റ്സായിട്ട് അത് മാറുക ചെയ്യും. ആ ഗിഫ്റ്റ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ്സാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്സ് എന്ന് പറയാൻ. ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ. താങ്ക് യു.